Good morning to all. The meeting in connection with the 7 a.m. Coffee Talk online program is hereby called to order. Once again, warm good morning to all. ഇന്ന് 7 a.m. കോഫി ടോക്കിന്റെ 892 ദിവസം 2023 മെയ് മാസം 26 മനോഹരമായ ഒരു ശനിയാഴ്ചയാണ് അല്ലേ? ശനിയാഴ്ച കഴിഞ്ഞ ഏറ്റവും വലിയൊരു സന്തോഷം എന്താ വെച്ചാൽ മഞ്ജു മാം നാളെ ഞായറാഴ്ചയാണല്ലോ, നാളെ പ്രത്യേകിച്ച് ഒരു പരിപാടിക്കും പോകണ്ടല്ലോ, റെസ്റ്റ് എടുക്കാന്നതാണ് ശനിയാഴ്ചയുടെ സന്തോഷം. ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ, താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഗ്രൂപ്പിൽ ഒരുപാട് പേര് പുതുതായി കാണുന്നുണ്ട്. പുതുതായിട്ടല്ല, ഈ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും അവർ ഏത് സ്ഥലത്താണ് എന്നാണ് ഇപ്പോൾ ഇത് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നതെന്ന് ടൈപ്പ് ചെയ്തിടണേ. ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്, കേരളത്തിൽ എവിടെയൊക്കെ ആളുകളുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് തരണം. ഓക്കെ, താങ്ക് യു. റൈറ്റ്, ടുഡേ ഇൻവൈറ്റ് അവർ വെൽക്കം സ്പീച്ച് ശ്രീ ഉദയൻ സാർ, ശ്രീ പ്രേം സാർ, പ്ലീസ്. പ്രേം സാർ അല്ലേ പറയാന്ന് പറഞ്ഞ? ഹലോ സാർ, ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് വേറെ ആരെങ്കിലും പറയാനായിരിക്കും നല്ലത്. ഓ ശരി, പ്രേം സാർ, ഞാൻ പ്രേം സാർ പറയാന്ന് വിചാരിച്ചു. ഓക്കെ, വേറെ എനിബഡി ആരാണ് വേണ്ടത്? ഓപ്പൺ ഫ്ലോറിൽ തരാം. സാർ ഞാൻ പറയാം, ഒറ്റ മിനിറ്റ്. ഫസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിട്ടാണ്. ഓ ഷുവർ, നോ ഇഷ്യൂ, നോക്കാം. യെസ് സാർ. താങ്ക് യു സാർ. 892 ദിവസം ഇങ്ങനൊരു സാഹചര്യം കിട്ടിയതിൽ വളരെ സന്തോഷം. നമ്മളെല്ലാവരും തമ്മിൽ കാണാൻ തുടങ്ങിയിട്ട് 892 ദിവസമായില്ലേ. ഏതായാലും ഒരുപാട് കാലം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നത്തെ ചെയർമാൻ ഏറ്റവും ആദരണീയരായ ശ്രീ സാറിന് ഞാൻ സ്നേഹപൂർവ്വം ഈ ഫ്ലോറിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ട്രെയിനർ അഡ്വക്കേറ്റ് മഞ്ജു മാം, അവരെയും ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതുപോലെ എല്ലോ പ്രസിഡന്റുമാരായ നിതിൻ സാർ, ജിനി മാം, അതുപോലെ ഫൗണ്ടർ ഹിഷാം സാർ, കോർഡിനേറ്റർമാരായ ശ്രീത് സാർ, രേഖ മാം, മുജീബ് സാർ, അവരെയും സ്നേഹപൂർവ്വം ഞാൻ ഇതിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതുപോലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ് ആയ എല്ലാവരെയും ഇതിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് ടു ചെയർ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ഉസ്മാൻ സാർ, താങ്ക് യു സോ മച്ച്. മഞ്ജു മാം, ഈ കുവൈറ്റും മലേഷ്യയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? കാരണം ഇന്നത്തെ വെൽക്കം സ്പീച്ച് മലേഷ്യയിൽ നിന്നാണ് ഇപ്പൊ നമുക്ക് എത്തിയിട്ടുള്ളത്. മലേഷ്യ, കുവൈറ്റ്, ഇന്ത്യ, അങ്ങനെ 3 കൺട്രീസായിട്ട് പരന്നു കിടക്കുകയാണ് നമ്മളെല്ലാവരും. അതോടൊപ്പം തന്നെ ഞാൻ ജസ്റ്റ് അവരിയ്ക്കുന്ന സ്ഥലങ്ങളൊന്ന് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. എവിടെ ഇരിക്കുന്ന ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് മൊത്തം വ്യാപിച്ചു കിടക്കുകയാണല്ലോ മഞ്ജു മാം. കൊച്ചി, എറണാകുളം, തിരുവനന്തപുരം, കാസർഗോഡ്, കേരളത്തിന്റെ രണ്ടറ്റവും മുട്ടിക്കഴിഞ്ഞു. വർക്കല, തവനൂര്, പാണ്ടിക്കാട്, മലപ്പുറം, മഞ്ചേരി, കണ്ണൂര്, തിരൂര്, ഓക്കെ, കൊപ്പം, കൊപ്പം, യെസ്, കോട്ടയം, ഒറ്റപ്പാലം, തിരൂര്. എനിക്ക് വയ്യ, കേരളം മൊത്തം നിറഞ്ഞു കഴിഞ്ഞു മഞ്ജുമേടത്തെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, റൈറ്റ്, താങ്ക് യു സോ മച്ച്. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട ട്രെയിനറിലേക്ക് ഇനി പോവാം. ഇന്നത്തെ ട്രെയിനർ നമുക്കറിയാം മഞ്ജുമേടാണ്. ഒരു മനുഷ്യന്റെ, നമ്മളെല്ലാവരും ഒരു ജോലി ചെയ്യുന്നവരാരും അല്ലേ? പലരും പല വ്യത്യസ്ത മേഖലകൾ. ഇപ്പോൾ മുജീബ് സാറാണെങ്കിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യാണ്, അതോടൊപ്പം തന്നെ കോളേജ് നടത്തുകയാണ്. അങ്ങനെ നമ്മുടെ ബേബി സാറാണ് റിട്ടയർഡ് ഹാൻഡ് ആണ്. അങ്ങനെ ഒരുപാട് വ്യക്തികൾ പല ജോലിയും ചെയ്യുന്നുണ്ട്. പക്ഷേ മഞ്ജു മേഡത്തിന്റെ പ്രൊഫഷൻ ഒരു അഡ്വക്കേറ്റ് ആണെങ്കിലും പാഷൻ എന്നുള്ളത് ട്രെയിനിങ് ആണ്. ഈ പാഷൻ ഉള്ളിൽ കയറിയുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്നുള്ളതാണ് ഒരു ലോക തത്വം. തന്റെ അഭിഭാഷക വൃത്തി ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ട്രെയിനിങ് ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്നതാണ് ഇന്നത്തെ ട്രെയിനർ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്നത്തെ ട്രെയിനിങ്ങിന്റെ ഫ്ലെയർ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കൗതുകം തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ട്രെയിനിങ്ങിന്റെ ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിന്റെ ആ ഒരു ലേലം എന്ന ഫിലിമിലെ അതേ ആ ഒരു ടൈറ്റിൽ അതേപോലെ കോപ്പി ചെയ്തിട്ടുണ്ട്. അതിന് സ്പെഷ്യൽ കൺഗ്രാലേഷൻ ടു ഉസ്മാൻ സാർ. ഉസ്മാൻ സാറാണ് എല്ലാ ദിവസവും നമുക്ക് ഫ്ലയർ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ കരുതി ബേബി സാറായി ഈപ്പച്ചൻ പള്ളിക്കൂടത്ത് പോയിട്ടില്ല. റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടമാക്കിയിട്ടാണ് എൻ്റെ അപ്പൻ ജയിലിൽ പോയത്. അന്ന് എനിക്ക് വയസ്സ് 9 വയസ്സ് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഇന്ന് കോഫി ടോക്കിന്റെ വയസ്സ് 892ആയി. ഏതായാലും നമ്മുടെ ആ ഒരു
ടോപ്പിക്കിന്റെ ആ ഒരു സസ്പെൻസ് കളയാതെ തന്നെ ഇന്നത്തെ ട്രെയിനറെ നമുക്ക് ക്ഷണിക്കാം. ശ്രീജിത്ത് ട്രെയിനറുടെ മുന്നേ സൂചിപ്പിച്ച പോലെ ശ്രീജിത്ത് അഡ്വക്കേറ്റ് ആണ്. യെസ്, ശ്രീജിത്ത് കേൾക്കാവോ? പറയൂ. ട്രെയിനറെ വിളിക്കുന്നതിന് മുന്നേ ഒരു പ്രിവിലേജ്. ആ ഇന്ന് നമ്മുടെ രേഖ മാമിന്റെ ബർത്ത്ഡേ ആണ്. ആണോ? ഓ, ഓക്കെ ഓക്കെ ഓക്കെ, റൈറ്റ്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ പാടിയിട്ട് നമുക്ക് ടോപ്പിക് തുടങ്ങാം. ഓ ഓക്കെ, റൈറ്റ്. ഓക്കെ, ഞാൻ ആ പറഞ്ഞ സെന്റൻസ് ഒന്ന് പൂർത്തിയാക്കട്ടെ, ഒറ്റ മിനിറ്റ്. അഡ്വക്കേറ്റ് മഞ്ജു രാധാകൃഷ്ണൻ NSD മാസ്റ്റർ ട്രെയിനറാണ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, അതോടൊപ്പം തന്നെ ഡയറക്ടർ ഓഫ് മൈൻഡ് റിവ്യൂ കുവൈറ്റ്, ഫാക്കൽറ്റി ഓഫ് ഇന്ത്യൻ ലേണേഴ്സ് ഓണർ അക്കാദമി കുവൈറ്റ്. അങ്ങനെ സമൂഹത്തിന്റെ നാനാ സാധ്യതകളിലും സമൂഹത്തെ ഉത്തേജിപ്പിക്കുക, ഉദ്ബോധിപ്പിക്കുക, ഒരുപാട് പേർക്ക് പ്രകാശം നൽകുക, ആ ഒരു ടൈറ്റിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ, നമ്മുടെ മഞ്ജു മേഡത്തിന്റെ ട്രെയിനിങ്ങിലെ ടൈറ്റിലായി കാണുന്നത്. വൺസ് അഗൈൻ വെൽക്കം ടു മഞ്ജു മാം. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ കോഫി ടോക്കിന്റെ കോർഡിനേറ്റർ കൂടിയായ രേഖ മാഡത്തിന്റെ ബർത്ത്ഡേ ആണ്. രേഖ മാഡത്തിന് എല്ലാവിധ ബർത്ത്ഡേ വിഷസും നേരുന്നു. ഇന്ദു മാം പ്ലീസ്. എല്ലാവർക്കും പാടിക്കൊണ്ട് വരാന്ന് പറഞ്ഞ പാട്ട് വന്നോട്ടെ. എല്ലാരും കൂടെ. ഹലോ, യെസ്, സ്റ്റാർട്ട് ചെയ്യാം. ഓ, യെസ്. Ready, ഹാപ്പി 1, 2, 3. ബർത്ത്ഡേ to you, Birthday to you. Happy happy birthday. birthday to you, Rekha ma'am. ഹാപ്പി ബർത്ത്ഡേ. സന്തോഷ് ജന്മദിനം. ഓക്കെ, താങ്ക് യു. നമ്മൾ ഇത്രയൊക്കെ ഇവിടെ അലമുറ ഇട്ട് കരഞ്ഞ് പാടി തകർത്തു, ഇപ്പോഴും ബർത്ത്ഡേ കുട്ടി പുറത്തേക്ക് വന്നിട്ടില്ല എന്നതാണ്. ഏതായാലും ഒന്ന് രാവിലെ തന്നെ ഒന്ന് കുളിച്ച് അണിഞ്ഞൊരുക്കി ഒരു ചെറിയ സമയം നമുക്ക് കൊടുക്കാം. ഇതിലിടയ്ക്ക് ഒന്ന് വരും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു. മഞ്ജു മാം, ദിസ് ഫ്ലോർ ഇസ് യുവർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, ശ്രീജിത്ത് സർ. വളരെ നല്ലൊരു തുടക്കം, വളരെ നല്ലൊരു വെൽക്കം. പിന്നെ കോഫി ടോക്ക് എന്ന പേരിലായിരുന്നു വെൽക്കം. എനിക്ക് ആളുടെ പേര് ശരിക്കും മനസ്സിലായില്ല കേട്ടോ, ക്ഷമിക്കണം. എന്തായാലും ശ്രീജിത്ത് സാറിന്റെ നല്ലൊരു ഇൻട്രഡക്ഷൻ, എന്നെ നന്നായിട്ടൊന്ന് പരിചയപ്പെടുത്തിയതിന് തന്നെ ആദ്യം നന്ദി പറയാണ്. അതുപോലെ ഹാപ്പി ബർത്ത്ഡേ ടു രേഖ മാം. ആദ്യമായിട്ട് എൻ്റെ ചിന്തകൾക്കും വാക്കുകൾക്കും ദിശയും അർത്ഥവും നൽകിയ സർവശക്തനായ ഈശ്വരന് നന്ദി പറയുന്നു. പിന്നെ എന്നെ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുക ജെസ്സി നിലമ്പൂരിനും ജെസ്സി പല്ലാഞ്ചേരിയിലെ ഭാരവാഹികൾക്ക് എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് മനോജ് സാറിനെയാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് ഇവിടെ നിന്ന്. പിന്നെ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. എന്നെ കേൾക്കാനായിട്ട് ഈ രാവിലെ ഇവിടെ എത്തിയ എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ 892ാമത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യാണ്. നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ ഒരു പാട്ടായിട്ട് ഇരിക്കാൻ സാധിച്ചത് വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ്. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഷാദുലി ഒന്ന് മ്യൂട്ടാക്കോ? നിങ്ങള് മനോജേട്ടനെ എല്ലാരും കോസ്റ്റ് ആക്കി കോസ്റ്റ് ഇട്ടൊരു മനോജേട്ടനൊക്കെ. ഓക്കെ, ശരി, എന്നെ ആക്കിക്കോളൂ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ലേലം. ശ്രീജിത്ത് സാറ് പറഞ്ഞ പോലെ ആ ലേലം എന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്കെല്ലാം മനസ്സിലേക്ക് വരുന്നത് ആ ഒരു മൂവി ആയിരിക്കും അല്ലെ. അപ്പോൾ മനഃപൂർവ്വമായിട്ട് ആ ഒരു മൂവിയുടെ ആ ടൈറ്റിൽ അങ്ങനെ തന്നെ വെച്ചതിന് ഒരുപാട് നന്ദി. പക്ഷേ ഇപ്പൊ ചിന്മുതലാളി ഒരു പാട്ടായിട്ട് നമുക്ക് നമ്മളുടെ സൈഡിൽ ഇരുത്താം. ലേലം എന്ന ഒരു വിഷയം എല്ലാവരും തന്നെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് അനുഭവിച്ചിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ലേലം എന്ന് കേൾക്കുമ്പോ ഈ ഒരു മൂവി അല്ലാതെ മറ്റെന്തൊക്കെയാണ് ലേലത്തെ കുറിച്ചിട്ട് ചിന്തകൾ ഉണ്ടായി വരാം? ഒന്ന് ഷെയർ ചെയ്യാമോ? ഓക്കെ, ഗോൾഡ് പണയം വെച്ചാല് അത് ലേലത്തിൽ പോകുമെന്ന് പറയും, സമയത്തിന് എടുത്തില്ല എങ്കിൽ. അതെ, പിന്നെ മറ്റെന്തെങ്കിലും ഒക്കെ ആലോചനകൾ മാർക്കറ്റിൽ മീൻ ലേലം വിളിച്ചൊക്കെ കാണാറുണ്ട്. അതെ, അതും കാര്യമാണ്. പിന്നെ മതസ്ഥാപനങ്ങളില് വസ്തുക്കളൊക്കെ ലേലം ചെയ്യാറുണ്ട്, പള്ളി, ചർച്ച് പോലത്തെ. ശരിയാണ്. പിന്നെയോ
പിന്നെ മറ്റാർക്കെങ്കിലും വേറെന്തെങ്കിലും ഓർമ്മ വന്നോ? ഫണ്ട് റൈസിങ്ങിനായിട്ട് നടത്തുന്ന ലേലം. അതെ, ഫണ്ട് റേസിംഗ് നടത്തുന്ന ലേലം ഉണ്ട്. IPL എനിക്ക് ലേലം എന്ന് പറഞ്ഞപ്പോ ആ എന്തോ കേട്ടില്ല സാറേ. IPL ലേലം, ആളുകൾ ലേലം വിളിക്കും. IPL ക്രിക്കറ്റ് കളിക്കുമ്പോഴേ, ക്രിക്കറ്റുകളുടെ മുന്നോടിയായി. ഓക്കെ, കളിക്കുമ്പോ ഓക്കെ. അത് ബിഡിങ് നടക്കാറുണ്ട്, ശരിയാണ്. ക്രിക്കറ്റ് കളിയിൽ അത് വേറൊരു ചിന്തയാണ്, വേറൊരു ലെവലിലേക്ക് വന്നു ആ ഒരു തോട്ട്. എനിക്ക് പഴയ ലേലം എന്ന് കാലത്തെ പറയുമ്പോ ഉണ്ടല്ലോ, മാഡം, ഞാന് പഴയ എപ്പോഴാ പഴയ കാലത്ത് പഴയ കാലത്ത് ഈ സ്ത്രീധനൊക്കെ രൂക്ഷമായി നിലനിന്ന സമയത്ത് ഈ എന്താണ് വിവാഹം അതല്ലേ, വിവാഹ മാർക്കറ്റില് പെണ്ണുങ്ങളെ ലേലം വിളിക്കാന്ന് അങ്ങനെ അതിനെ കളിയാക്കി പറഞ്ഞു, പരിഹസിച്ചുകൊണ്ട് സ്ത്രീധന സമ്പ്രദായത്തെ. താങ്ക് യു മാഡം. ഓക്കെ, ശരിയാണ്, അങ്ങനെയുണ്ടോ? അത് കേൾക്കുമ്പോൾ ചെറിയതായിട്ടൊരു ഹേർട്ട് ഫീലിംഗ് വരുന്നുണ്ട് അല്ലേ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ എനിക്ക് ശരിക്കും ഞാൻ ആകെ ഒരു ലേലത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ. അതെന്താണെന്ന് അറിയുമോ? KSFE ചിട്ടി വിളിക്കാൻ പോയതാണ്. അവിടെയും ലേലം ഉണ്ടായിരുന്നു. ലേലത്തിൽ പോയി ചിട്ടി കിട്ടിയില്ല. വളരെ അത്യാവശ്യമായിട്ട് ചിട്ടി ആവശ്യമുള്ള സമയത്ത് പോയതാണ്. അത് കിട്ടാതെ തിരിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഈ ലേലം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയായിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത എല്ലാവരെയും തോട്ട്സ് ഷെയർ ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ PPT ഒന്ന് ഷെയർ ചെയ്തോട്ടെ. എനിക്ക് ഷെയറിങ് ചെയ്യാൻ പറ്റണില്ലല്ലോ, പവർ പോയിന്റ്. PPT ഷെയർ ചെയ്യാൻ പറ്റില്ല. കേൾക്കണ്ടോ ആരെങ്കിലും? സാർ ഒന്ന് കോസ്റ്റ് ഒക്കെ അവരെ പറ്റും. പോസ്റ്റ് ആണല്ലോ മാഡം, പറ്റുമല്ലോ, നോക്കിയേ. ആണോ? ഓക്കെ, ഇപ്പൊ പറ്റും. ഓക്കെ ആണല്ലോ. ഓക്കെ ആണ്. അപ്പോൾ പവർ പോയിന്റിലേക്ക് വെൽക്കം. ലേലം, അത് തന്നെയാണ് ടോപ്പിക്ക്. ശരിക്കും ഒരു ലേലത്തിൽ ജയിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ അത്യാവശ്യമാണ്. അവിടെ നമുക്കൊരു നിരീക്ഷണ പാടവം വേണം. അതുപോലെ തന്നെ ഒബ്സർവേഷൻ സ്കില്ല് നമ്മളുടെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഷാർപ്പായിട്ടുള്ളൊരു മൈൻഡും, അല്ലേ? അപ്പം മറ്റുള്ളവർ ചിന്തിക്കുന്നതിനെക്കാട്ടി വേഗത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റണം. പിന്നെ ലേലത്തിന് നമ്മൾ ശരിക്കും ബിഡിങ് എന്ന് പറയാറുണ്ട്. പങ്കെടുക്കുന്ന ആളുകളെ നമ്മൾ ബിഡേഴ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറേ ബിഡേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ഈ ഒബ്സർവേഷൻ സ്കില്ലും ബുദ്ധിയും ഒക്കെ എത്രയുണ്ടോ എന്ന് നമുക്കൊന്ന് അറിഞ്ഞു നോക്കിയാലോ, ഒന്ന് വാം അപ്പ്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് പസിൽസ് കാണിക്കാം. അതിൽ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ടാവും. അതൊന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. എന്ന് പറഞ്ഞാൽ കുറച്ച് പിക്ചേഴ്സോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അതിൽ ശരിക്കും ആദ്യം അത് ടൈപ്പ് ചെയ്യുന്ന ആൾക്ക് അവർക്ക് ആ ലേല വസ്തു അല്ലെങ്കിൽ ആ ലേലം ഇന്ന് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം, അല്ലേ? അപ്പോൾ നോക്കാം. ഇതെന്താണ് കാണിക്കണമെന്ന് പറയാൻ പറ്റും. ഇതിന് റീബസ് പസിൽസ് എന്നാട്ടോ പറയാം. ഇപ്പൊ പുതിയ ജനറേഷൻ്റെ ഇടയിലുള്ള ഒരു സംഭവമാണ്. ഇത് കണ്ടിട്ട് എന്താണ് എന്ന് പറയാൻ പറ്റോ ആർക്കെങ്കിലും? ഇല്ല, ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല. യെസ്, നിഷാമ ആൻസർ കൊണ്ടുവന്നു. അത് ടോപ്പ് സീക്രറ്റ്. കണ്ടോ, 3 സീക്രറ്റ് ഉണ്ട്, അതിന്റെ മുകളിൽ ഒരാരോ, അപ്പോൾ അതാണ് ടോപ്പ് സീക്രറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് ആദ്യത്തെ ലേലം നിഷാമ ഫിക്സ് ചെയ്തു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇതെന്തായിരിക്കും? ട്രബിളാണല്ലേ എഴുതിയേക്കണേ വായിച്ചു നോക്കുമ്പോൾ. പക്ഷെ അതെന്തായിരിക്കാം? അതിനടുത്തൊരു ക്വസ്റ്റ്യൻ, യെസ്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ വന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആവും, അല്ലേ? വളരെ ഭംഗിയായിട്ട് യെസ്. അബ്ദുൾ റാവു സാറ്, യെസ്. അൻവർ സാറ്, സൂസൻ മാം, എല്ലാവരും തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. യെസ്,
കോഫി ടോക്ക്. ആർ യു ഇൻ ട്രബിൾ? അതാണ് ആർ ആൻഡ് യു, അതിനിടയ്ക്ക് ട്രബിളിന്റെ ഇടയ്ക്ക് ആർ ആൻഡ് യു. ഇനി അടുത്തൊന്ന് നോക്കിയാലോ? ഇത് കുറച്ചുകൂടി എളുപ്പമാണ് തോന്നുന്നു അല്ലേ? ഇത് വേഗം ആർ യു ഇൻ ട്രബിളിലേക്ക്. Try to understand. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞു ആൻസർ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. യെസ്, ട്രൈ അണ്ടർസ്റ്റാൻഡ്. യെസ് അംബലി മാം, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അഫ്സൽ, വെരി ഗുഡ്. ഇനി നമുക്ക് ഒരു ശരിക്കുള്ള ഒരു ലേലം ഒന്ന് കണ്ടു നോക്കിയാലോ? നമ്മൾ ലേലം മൂവിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു അല്ലേ? അതിനു മുമ്പായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞ ഈ പസിലിൽ കണ്ടത് ശരിക്കും ഒരു സങ്കല്പം അല്ലേ? നമ്മൾ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞു. പക്ഷെ അതല്ലാണ്ട് നമ്മൾ ശരിക്കും യഥാർത്ഥത്തിൽ നടന്ന ഒരു ചെറിയ ഇത് കണ്ടു നോക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ലേലത്തിലുണ്ടല്ലോ, വളരെ സെക്കൻഡുകൾക്കുള്ളിലാണ് ലക്ഷങ്ങളിലും കോടികളൊക്കെ മാറി മറിഞ്ഞിട്ട് വരാം അല്ലെ? ശരി, ശ്വാസം ഇടക്കി പിടിച്ചിട്ട് കാണേണ്ടി വരുന്ന ചില ലേലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഈ ലോകത്തില് പ്രശസ്തമായിട്ടുള്ള ഒരു ആഡംബര ബ്രാൻഡാണ് കാർട്ടിയർ എന്ന് പറയുന്നത്. അപ്പോൾ കാർട്ടിയർ ലണ്ടന്റെ ഒരു കാർട്ടിയർ ക്രഷ് എന്ന് പറയുന്ന ഒരു വാച്ചിന്റെ ലേലമാണ്. 1987 ഹോങ്കോങ്ങിൽ നടന്ന ഒരു ലേലമാണ്. ഇതിനകത്ത് ഈ വീഡിയോയിൽ ജോയി മൈക്കിൾസൺ അങ്ങനെ 2 ഏജൻസ് ആണ് ബിഡേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. അവര് ഏജൻസ് ആണ്, മറ്റാരോ ഫോണിൽ സംസാരിച്ചിട്ട് അവര് ആ ഒരു പിന്നെ ലേലം നടത്താണ്. ഞാൻ സൗണ്ട് ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് കണ്ടു നോക്കാം ആ ലേലത്തിലേക്ക്. Now, ladies and gentlemen, the Cartier Crash London from 1987 with original dial, super case, and only 23 London crashes were believed to be made with interest, and we can start right away at 3 million 2, 3 million 4 in the room now at 3 million 4, 4 million with Michael, 5 million with pleasure at $5 million with the young lady in the room now at 5 million. At $5 million, it's seated with the young lady at 5 million. $6 million now. Joey's back at 6 million now. It's $6 million. It's with Joey. It's not yours, Michael. It's not yours in the room. At 6 million, the bid is here. 6,500,000. Back with the best bidder we've ever had at Sotheby's. Seated 7 million. I'm sorry. It's against you at 7 million now. Michael-san at 7.5 million now. A new bidder. $8 million now. Back with Joey. It's against you, Michael-san. It's at $8 million. $9 million against you, Michael-san. 9.2 million. Back with Michael at 9,200,000. 9.3. It's back with Joey at 9,300,000. 9.5. It's back with Michael-san at 9,500,000, and I'm going to sell it to Michael 9.6 million. With pleasure, Michael-san has it at 9.8 million, and I'm going to sell it to Michael at $9,800,000. $10 million. Woohoo! 10 million now. With Joey at 10 million. $11 million now. Thank you so much, Michael-san. At $11 million. I'm going to sell it, Joey, at 11 million. 11.2 million back with Joey. Michael-san. 11.5. It's against you, Joey. So I'm going to sell it, Joey. 11.6 million. 11,800,000 against you, Joey. Fair warning. I need to sell it, Joey, at 11.8. At $12 million, it's against you, Michael. Back with Joey at $12 million. $12,200,000. Back with Michael-san. Thank you, Joey. Michael-san has it. Thank you so much. Michael-san sold for 12,200,000. അതെ, വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഒരു ലേലത്തിന്റെ സ്പിരിറ്റ് നമ്മൾ അനുഭവിച്ചു അല്ലേ?
എന്ന് തോന്നുന്നു ആ ലേലം കണ്ടിട്ട്? എന്താണ് മനസ്സിലേക്ക് വന്നത്? ഷെയർ ചെയ്യാമോ? എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? ഒരു കുഞ്ഞു വാച്ച്, അതിന് 12 മില്യൺ 12,200,000 അത് വിറ്റുപോയത്. ഇന്ത്യൻ രൂപ പറയുകയാണെങ്കിൽ ഏകദേശം 1,22,00,000 രൂപയ്ക്ക് ലക്ഷറി വാച്ച് അത് വിറ്റുപോയിട്ടുണ്ടായിരുന്നു. എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു ലേലം, അല്ലെങ്കിൽ ആ ലേലം കണ്ടപ്പോ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ കൂടെ കടന്നു പോയി എന്ന് പറയാൻ പറ്റുമോ? അതൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. സൂപ്പർ. അതെ, ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഒരു മത്സരം തന്നെ, വാശിയേറിയ മത്സരമായിരുന്നു. മറ്റൊന്ന് ആഡംബരത്തിനുള്ള വേണ്ടി എത്ര വേണമെങ്കിലും ചെലവഴിക്കാനും തയ്യാറുള്ള ഒരു ജനത. അതെ, ആഡംബരത്തിന് വേണ്ടിയിട്ട് എന്തും ചെലവഴിക്കാൻ തയ്യാറുള്ള ഒരു ജനത. പിന്നെയോ? ആ കൊമോഡിറ്റിയുടെ വില മിനിറ്റിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആ എന്താണോ വെച്ചിരിക്കുന്നത് പെട്ടെന്ന് അത് കൂടിക്കൊണ്ടിരിക്കുന്നു. വളരെ ശരിയാണ് മാം. മൂല്യമുള്ള വസ്തു വില എത്രയായാലും പ്രശ്നമില്ല എന്നുള്ള മൂല്യത്തെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. അതെ, ഒരു വസ്തുവിന്റെ മൂല്യം അത് നിർണയിക്കുന്ന വിധം നമ്മൾ മനസ്സിലാക്കി. സ്ത്രീകളായിരുന്നു കൂടുതലെന്ന് തോന്നുന്നു. സ്ത്രീകളായിരുന്നു കൂടുതൽ. അതുകൊണ്ട് ഒരു ഫാക്ടർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. സ്ത്രീകളായിട്ട് ഓരോരുത്തർക്കും ജയിക്കണമെന്നുള്ള വാശി, അതാണ് അതിന്റെ വാല്യൂവിനെ പറ്റി നല്ലൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു ആ മേടിക്കുന്ന ആൾക്ക്. അതെ, അതും ശരിയാണ്. അത് വാങ്ങിക്കുന്ന ആൾക്ക്, അത് നിർത്തിയ ആൾക്കും ഉണ്ടായിരുന്നു എവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്ന്. പിന്നെ അതിലൊരു വാശിയുണ്ടായിരുന്നു, പക്ഷെ സമചിത്തതയോടെ വിളിക്കില്ലായിരുന്നു. സമചിത്തതയോടെ, ശരിയാണ്. വാശിയുടെ അകത്തും വളരെ നല്ലൊരു പോയിന്റ് മതി സർ പറഞ്ഞത്. അതില് ഒരു വിൻ വിൻ അല്ലായിരുന്നു, ഒരു വിൻ ലൂസ് കട്ട് കോമ്പറ്റീഷൻ ആയിരുന്നു. ഓ, ഓക്കെ, അങ്ങനെ ഒരു അർത്ഥം കൂടെ കിട്ടും, വിൻ ലൂസ്. ഓക്കെ, അപ്പോൾ എൻജോയ് ചെയ്തു എല്ലാവരും ആ ഒരു വീഡിയോ. അതിൽ ആ ഒരു ലേലത്തെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനും പറ്റി. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ലൈവായിട്ട്, ഒരു റിയൽ ആയിട്ട് നടന്നൊരു ലേലം നമ്മൾ അറിയാൻ പറ്റി അല്ലേ? അപ്പോൾ ശരിക്കും ഈ വാച്ച് പോലെ തന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വില പറയുന്ന ആൾക്കാണ് ആ സാധനം സ്വന്തമാവല്ലേ. പക്ഷെ അതിനൊരു സമയപരിധിയുണ്ട്. ജീവിതത്തിലെ ലേലങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ആ സാധനം മറ്റാരെങ്കിലും കൊണ്ടുപോകും. അങ്ങനെ ഒരു പോയിന്റ് അവിടെ, ആ ഒരു സമയം എന്ന് പറയുന്ന ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് അല്ലേ? ശരിക്കും നമ്മുടെ ജീവിതം ഇതുപോലെ ഒരു ലേലം പോലെ തന്നെയാണ് അല്ലേ? അവസരങ്ങൾ വരും, പോവും. ഏറ്റവും വിലപ്പെട്ടത് സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്യണ ആൾക്കായിരിക്കാം ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാവുക അല്ലേ? ശരിക്കും ഒരു വൈൻഡായ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള വാക്യമുണ്ട്. When you change the way you look at things, the things you look at change. When you change the way you look at things, the things you look at change. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യത്തെ അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തെ നോക്കിക്കാണുന്ന ഒരു രീതിയില്ലേ, അത് മാറുമ്പോൾ ആ നമ്മൾ നോക്കുന്ന കാര്യങ്ങളും മാറും. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കണ്ട ഈ ലേലം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ആ ലേലം ഇല്ലേ, അതിനകത്തുനിന്ന് പഠിക്കേണ്ട ചില പാഠങ്ങളെ കുറിച്ചിട്ടൊന്ന് നോക്കിയാലോ. ലേലത്തിൻ്റെ മനഃശാസ്ത്രം. ആദ്യമായിട്ട് നമുക്ക് ഒരു പെർസ്പെക്റ്റീവ് ആൻഡ് വാല്യൂ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടും മൂല്യവും. ഒരേ വസ്തുവിന് ഇവിടെ ഓരോരുത്തരും ഓരോ വിലയാ പറയണത് അല്ലേ? അപ്പോൾ ജീവിതത്തിൽ ഒരു കാര്യത്തിനെ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ഒരു സെയിം കാര്യം ഉണ്ടെങ്കിൽ പലരും വ്യത്യസ്തമായിട്ടായിരിക്കാം അതിനെ കാണുന്നത്. അപ്പോൾ ഒരാൾക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് വളരെ വില കൊടുക്കേണ്ട ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ അതിന് അവര് വേറൊരു രീതിയിലായിരിക്കാം അതിനെ കാണുന്നത്. ഉദാഹരണത്തിൽ
ഇപ്പോൾ പരാജയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടല്ലോ, ചിലരത് ജീവിതത്തിന്റെ അവസാനമായിട്ട് കാണാം, മറ്റു ചിലരോ അതിനെ ഒരു പുതിയ തുടക്കമായിട്ട് കാണാറുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണോ ഒരു കാര്യത്തെ കാണുക, അതിനനുസരിച്ചിരിക്കും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും, അല്ലേ? അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഒരു മാറ്റത്തിന്റെ നിയമം നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു ലോ ഓഫ് ട്രാൻസിഷൻ. ഈ ലേലത്തിൽ എത്ര വിലയേറിയ വസ്തു ആണെങ്കിലും അത് വിറ്റഴിഞ്ഞു പോകും, അങ്ങനെയുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടതും, അല്ലേ? അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ വില കൊടുക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾക്ക് കുറേ പരാജയങ്ങളോ നഷ്ടങ്ങളോ ഇതിനൊക്കെ നമ്മൾ ഒരുപാട് വില കൊടുത്തിട്ടുണ്ടാവാം. അതുമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നിന്നും പോകും. അങ്ങനെ ഒരു പാഠം നമുക്ക് ഈ ലേല പഠിപ്പിച്ചു തരുന്നില്ലേ? എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും, ഇല്ലേ? അത് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. എല്ലാ പ്രതിസന്ധിയും കഷ്ടപ്പാടും ഒക്കെ ജീവിതത്തിലുള്ളതൊക്കെ താൽക്കാലിക മാത്രമായിരിക്കും. അതും ഒരു നാള് നമ്മളുടെ അടുത്തുനിന്ന് കടന്നു പോകും, ശരിയല്ലേ? പിന്നെ നമുക്ക് ഒരു സ്പിരിറ്റ് ഓഫ് റെസിലിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇതിനകത്ത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ഒരു തിരിച്ചു വരല്, അല്ലേ? അത് നമുക്ക് ഈ ലേലത്തിലല്ല, എല്ലാ ലേലത്തിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം. ഒരു ലേലം നടക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ അതിനകത്ത് ഒരാൾ മാത്രമേ ജയിക്കുള്ളൂ, ഒരാൾക്ക് മാത്രമായിരിക്കും അത് കിട്ടുക. പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ഒരു ലേലത്തിൽ നമുക്ക് പരാജയമാണെങ്കിലും അടുത്ത ലേലത്തിൽ ഉറപ്പായിട്ട് നമ്മൾ ഉണ്ടാവും. ആളുകൾ വീണ്ടും വീണ്ടും വരാറുണ്ട്. അപ്പോൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക? പരാജയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമാണ്, അല്ലേ? അപ്പോൾ തോറ്റിട്ടും വീണ്ടും ലേലം വലിയ തുടരാനായിട്ടുള്ള ഒരു ധൈര്യം ഇല്ലേ, അതാണ് ശരിക്കും പറഞ്ഞാൽ വിജയിക്കാനായിട്ട് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. തളരാതെ വീണ്ടും ശ്രമിക്കാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം, അത് എല്ലാവർക്കും ഉണ്ടാവണം എന്നതാണ് ഒരു പവർ, സ്പിരിറ്റ് ഓഫ് റെസിലിയൻസ്. അതാണ് നമുക്ക് ഈ ലേലം അടുത്തതായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരണത് എന്ന് എനിക്ക് തോന്നുന്നു, ശരിയല്ലേ? പിന്നെ ഒരു റിസർവ് പ്രൈസ് ഉണ്ട്. റിസർവ് പ്രൈസ് എന്താണെന്ന് അറിയോ? ലേലത്തിൽ പങ്കെടുത്തിട്ടുള്ളവർക്കോ ആർക്കെങ്കിലും അറിയാമോ ലേലത്തിൽ എന്തായിരിക്കാം ഒരു റിസർവ് പ്രൈസ് എന്ന് പറയുന്നത്? ആദ്യമേ തന്നെ ഒരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, അതിന് താഴെ പോകാൻ പാടില്ല, അത് അവിടെ നിന്ന് തുടങ്ങും. അതാണ് ശരിക്കും ലേലത്തിലെ റിസർവ് പ്രൈസ്. ശരിയാണ് സാറേ. അപ്പോൾ ഒരു വസ്തുവിന്, എല്ലാ വസ്തുവിനും ലേലത്തിൽ വെക്കുന്ന ഓരോ കാര്യത്തിനും ഓരോ സാധനങ്ങൾക്കും ഒരു റിസർവ് പ്രൈസ് ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഒരു വില, അതിന് താഴെ വിൽക്കില്ല, സാറ് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മുടെ സമയം, നമ്മളുടെ ആത്മാഭിമാനം, മൂല്യങ്ങൾ, ഇതിനൊക്കെ നമ്മൾ ഒരു പരിധി വെക്കണം, ഈ ഒരു റിസർവ് പ്രൈസ് പോലെ. അതാണ് നമുക്ക് ഇതിനകത്തുനിന്ന് പഠിക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ ആത്മാഭിമാനത്തിന് നമ്മൾ കൊടുക്കുന്ന വിലയില്ലേ, അല്ലെങ്കിൽ നമ്മളുടെ സമയത്തിന് നമ്മൾ കൊടുക്കുന്ന വിലയില്ലേ, അതിന് താഴ്ന്നിട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ ഒരാളുടെ അടുത്തും പോവേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലുണ്ടല്ലോ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ ഒക്കെ നമ്മളെ മാനസികമായിട്ട് തകർത്ത് കളയണ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മറ്റുള്ളവർ നമ്മളെ വില കുറച്ച് കാണാനായിട്ട് ശ്രമിച്ചെന്ന് വരാം. അപ്പോൾ അത്തരം എല്ലാത്തിനും ഒന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. ഇതാണ് എൻ്റെ അതിര്, ഇതിനപ്പുറത്തേക്ക് എന്നെ അപമാനിക്കാനായിട്ട് ഞാൻ ഒരാളെ അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് നമുക്ക് കഴിയണം. നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയാൻ പഠിക്കണം. അപ്പോൾ റിസർവ് പ്രൈസിന് താഴെ വന്നാൽ ലേലം നടത്തുന്ന ആള് നോ എന്നാ പറയാ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ മൂല്യങ്ങൾക്ക് നിരക്കാത്ത കാര്യങ്ങളോട് നോ എന്ന് പറയാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ? അതുപോലെ തന്നെ ഒരു ട്രൂ വേർത്ത്, നമ്മളുടെ ഒരു വില, ശരിക്കല്ല ഒരു സാധനത്തിൻ്റെ വിലയില്ലേ, അതെന്താണെന്നും ഈ ലേലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടെന്ന് തോന്നാം. പഴയ സാധനങ്ങൾ ലേലത്തിൽ വിൽക്കണ ഒരു ലേല ഹാളിലേക്ക് നമുക്കത് പോയി നോക്കാം. അവിടെ ലേലക്കാരൻ ഒത്തിരി പഴയതും അങ്ങനെ കേടുവന്നതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ലേലം ചെയ്യുന്നത്.
അപ്പോൾ ആളുകൾ കൂടിയിട്ടുണ്ട്. അവര് ആ സാധനങ്ങൾക്കും ഒക്കെ ഇങ്ങനെ വളരെ വാശിയോടെ ഇങ്ങനെ പൈസ പറഞ്ഞു കൂട്ടി അത് ലേലം ചെയ്ത് വാങ്ങിക്കണമുണ്ട്. മത്സരിച്ചാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഓരോ സാധനങ്ങൾ എടുത്തു, അതിങ്ങനെ അതിനൊരു റിസർവ് പ്രൈസ് കൊടുത്തു, അത് വിറ്റുപോയി. അങ്ങനെ അടുത്തതായിട്ട് ആ ലേലക്കാരൻ എടുത്തത് ഒരു കമ്പികളൊക്കെ പൊട്ടി പഴയ തുരുമ്പ് പിടിച്ച പോലെ ഇരിക്കുന്ന ഒരു വയലിനാണ്. അപ്പോൾ അദ്ദേഹം അതെടുത്ത് ഒന്ന് നോക്കി. ആ മുഖഭാവം തന്നെ കണ്ടപ്പോൾ ആളുകൾക്കൊക്കെ മനസ്സിലായി ഇതത്ര നല്ല സാധനം അല്ല എന്നുള്ളത്. എന്നിട്ടും അദ്ദേഹം അതിന് ലേലത്തിലേക്ക് വെക്കാൻ തീരുമാനിച്ചിട്ട് $1 അതിന് റിസർവ് പ്രൈസ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല. അദ്ദേഹം വീണ്ടും വീണ്ടും ആളുകളെ ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. $1 ഉള്ളൂ അത്. പക്ഷെ ആരും വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒരു വൃദ്ധൻ, നല്ല പ്രായമുള്ളൊരു മനുഷ്യൻ ആ ഹോളിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നടന്നു വന്നു ഫ്രണ്ടിലേക്ക്. അദ്ദേഹം വന്നിട്ട് ആ വയലിൻ എടുത്തു. അവിടെ കിടന്നിരുന്നൊരു തുണി എടുത്തിട്ട് അതിനെ അങ്ങ് തുടച്ച് വൃത്തിയാക്കി, നല്ലോണം മിനുക്കിയെടുത്തു. അതിനുശേഷം അദ്ദേഹം ആ പൊട്ടിപ്പോയ കമ്പിയില്ലേ അതിനെ മുറുക്കി, എന്നിട്ട് മനോഹരമായിട്ടുള്ള ഒരു ഈണം അവിടെ വായിച്ചു. ആ ഹോളിലുണ്ടായിരുന്ന എല്ലാവരും അങ്ങ് അത്ഭുതപ്പെട്ടു പോയി. സംഗീതം അവസാനിച്ചപ്പോഴത്തേക്കും വീണ്ടും അവിടെ ലേലം തുടങ്ങി. $1 അത് $50 $100 $500 അങ്ങനെ അതിൻ്റെ വില ഉയർന്ന് $5000 ആ വസ്തു ലേലത്തിൽ പോയത്. ഒന്ന് ചോദിക്കട്ടെ, എന്തായിരിക്കും അതിൻ്റെ വില കൂടാനുണ്ടായ കാരണം? എന്താ തോന്നുന്നു? $1 ആരും വാങ്ങാതിരുന്ന ഒരു സാധനം $5000 അത് വിറ്റുപോയി. അപ്പോ എന്താവാം അതിന്റെ വില കൂടാൻ? മൂല്യം എന്താണെന്ന് ആ വന്ന ആള് കാണിച്ചു കൊടുത്തു മറ്റുള്ളവർക്ക്. ശരിയാണ്. വിൽക്കുന്ന ആള് അതിനെക്കുറിച്ച് വളരെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ മൂല്യം അതിൽ നിന്ന് അവർക്ക് ഉൾക്കൊള്ളുവാനും സാധിച്ചിട്ടുണ്ടാവും. അപ്പോഴുണ്ടായിരുന്ന മൂല്യത്തിൽ നിന്ന് അതിന്റെ യഥാർത്ഥ മൂല്യത്തിലേക്ക് എത്തി. കറക്റ്റാണ്. അതിലുള്ള പൊടിപടലങ്ങളും മറ്റു മാലിന്യങ്ങളൊക്കെ നീങ്ങിയപ്പോൾ അത് അതിന്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു. അപ്പൊ അതിന്റെ മൂല്യം വർദ്ധിച്ചു. കറക്റ്റാണ്. അതിന്റെ മൂല്യം ഒളിഞ്ഞിരിക്കുകയായിരുന്നു, അറിയത്തില്ലായിരുന്നു ആൾക്കാർക്ക്. പക്ഷെ അതിനെ കാണിച്ചു കൊടുക്കാനായിട്ടുള്ള എഫേർട്ട് എടുത്തപ്പോൾ മനുഷ്യർക്കത് ആൾക്കാർക്കത് മനസ്സിലായി അതിന്റെ വാല്യൂ ശരിക്കും വാല്യൂബിൾ ആണെന്നുള്ളത്. ശരിയായ വാല്യൂവിലേക്ക് എത്തണമെങ്കിൽ ഒരു പൊടി തട്ടൽ എപ്പോഴും ആവശ്യമാണ്. ഒന്ന് തട്ടി മിനുക്കി ഒന്ന് ശരിയാക്കി എടുത്തോണ്ട് വരണം. മൂടുപടലങ്ങൾ നീക്കണം ഏതൊരു കാര്യത്തിന്റെയും. ശരിയാണ്. എല്ലാവരും പറഞ്ഞ ഉത്തരം വളരെ വളരെ കറക്റ്റാണ്. എല്ലാവർക്കും ക്ലാപ്പ്. അപ്പോ എല്ലാ പോയിന്റ്സും വാലിഡ് ആണ്. ഇനി ഇട്ടുപോയത് എന്തെങ്കിലും ഉണ്ടോ ഞാൻ നോക്കട്ടെ. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഇതുപോലെയാണ് അല്ലേ? ശരിക്കും പലരുടെയും വില നമ്മളുടെ വിലയാണ്. ശരി മാഡം പറഞ്ഞോളൂ. നമ്മള് 4 ഇത് പറയില്ലേ, നമ്മുടെ അറിഞ്ഞ വശം അറിയാത്ത വശം, അങ്ങനെ 4 ഇതായിട്ടുണ്ട് എന്ന് പറയില്ലേ. അതുപോലെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ മൂല്യം അറിയില്ലെങ്കിലും ചില ആൾക്കാരുടെ സഹായം വേണ്ടി വരും നമ്മുടെ മൂല്യം മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഒരു ആണ് ആ ആള് വന്നിട്ട് ആ വയലിനെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ജോഹാരി വിൻഡോ ആയിട്ട് കണക്ട് ചെയ്തത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, വളരെ നന്നായി അത്. അപ്പൊ ശരിക്കും തന്നെയാണല്ലോ നമ്മളുടെ വില നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ ഇതുപോലെ തിരിച്ചറിഞ്ഞത് വരില്ല. അവിടെ ഏജന്റ് ആയിട്ട് വന്ന ആ ഒരു വൃദ്ധന് ഒരു റോൾ ഉണ്ടായിരുന്നില്ലേ? നമ്മള് ശരിക്കും മറ്റുള്ളവർ പലരും നമ്മളെ വിലയില്ലാത്തവരായിട്ട് കണ്ടേക്കാം, തകർന്നു പോയിട്ടുണ്ടാവാം. പക്ഷെ ഒരു നല്ലൊരു ഗുരു, അതല്ലെങ്കിൽ ആ വൃദ്ധനെ പോലെ, അതുമല്ലെങ്കിലോ ആ വൃദ്ധന്റെ റോളിൽ നമ്മളുടെ തന്നെ ആത്മവിശ്വാസം ഇല്ലേ, ആത്മവിശ്വാസം എന്ന് പറഞ്ഞൊരു കാര്യം, അതൊക്കെ നമ്മളുടെ ജീവിതത്തിനെ മാറ്റിയെടുക്കാനായിട്ട്, അതിനൊക്കെ നമ്മളുടെ ജീവിതത്തിൽ മാറ്റിയെടുക്കാനുള്ള ശക്തിയുണ്ട്.
ഇല്ലേ? അതും ഇതിനകത്തുനിന്ന് നമുക്കൊരു പാഠമാണ്. അപ്പോൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന വസ്തു എത്ര സുന്ദരമാണെന്നോ മികച്ചതാണെന്നോ അങ്ങനെ അതിൻ്റെ ഉടമസ്ഥൻ അതിനെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് അത് നിശ്ചയിക്കുന്നത് ആ ലേലത്തിൽ വന്ന ആളുകളാണല്ലേ. ആ വസ്തു സ്വന്തമാക്കാനായിട്ട് അവരെത്രയധികം മത്സരിക്കുന്നു എന്നനുസരിച്ചിട്ടിരിക്കും അതിൻ്റെ വില. നമ്മൾ ആ വീഡിയോയിൽ കണ്ടതുപോലെ കോടികളായിട്ട് ഉയരണതും. അത് ചരിത്രം സൃഷ്ടിച്ച ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം ആവുന്നതും ഒക്കെ അതിന് ആ ബിഡേഴ്സിൻ്റെ റോള് അത് വളരെ വലുതാണ്. അതുപോലെ ജീവിതത്തിൽ ഞാൻ വലിയ ഒരാളാണ് എന്ന് നമ്മൾ സ്വയം ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതിനകത്തൊന്നും അല്ല കാര്യം, ഇല്ലേ? നമ്മളുടെ മേഖലയിൽ നമ്മൾ എത്രത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളായിട്ട് മാറാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മളുടെ മൂല്യം വർദ്ധിക്കും. അപ്പോൾ കഴിവിൻ്റെ നിലവാരം അത് നമ്മൾ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ലോകം തന്നെ നമ്മളുടെ മുന്നിലേക്ക് അവസരങ്ങളുമായിട്ട് വരും, അല്ലേ? അതിന് നമ്മൾ സ്വയം വളരണം, നിരന്തരം പുതിയ അറിവുകൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഇനി ഒരു കാര്യമുണ്ട്, ഈ തോൽവിയില്ലേ, തോൽവി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ചില തിരിച്ചറിവുകൾ തരാറുണ്ട് ജീവിതത്തിൽ, അല്ലേ? ഈ ലേലം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒരുപാട് പേര് അവിടെ തോറ്റു പോവേണ്ട ഒരു സംഭവമാണ് ഈ ലേലം, ആണല്ലേ? തോറ്റുപോയവരെ കുറിച്ചിട്ട് ആലോചിക്കാറുണ്ടോ? ഇപ്പൊ SSLC എക്സാം റിസൾട്ടൊക്കെ വരുമ്പോൾ ഈ സമയത്തുള്ള ഒരു ട്രെൻഡാണ് തോറ്റുപോയവരെ ആദരിക്കല്. അപ്പോൾ ആ തോൽവി നമ്മളെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവില്ലേ? പുറമേ ശാന്തരായിട്ടൊക്കെ ഇരിക്കുമെങ്കിലും ഈ തോറ്റുപോയ വ്യക്തിയിലെ അവരുടെ മനസ്സിലൊരു വലിയ നിരാശയുണ്ടാവും, എപ്പോഴും ഉണ്ടാവും. എത്ര ഇല്ല എന്ന് പറഞ്ഞാലും എത്രയൊക്കെ റെസിലിയൻ പവർ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും ഒരു നിരാശ എന്നും ആ തോറ്റുപോയ ആളുടെ ഉള്ളിലുണ്ടാവും. ഒരുപാട് കണക്കുകൂട്ടലുണ്ടാവും ഒരു ലേലത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ കുറേയേറെ സ്വപ്നങ്ങൾ ഉണ്ടാവുമായിരിക്കാം. എസ്പെഷ്യലി ഞാൻ പറഞ്ഞ പോലെ ചിട്ടിയൊക്കെ പിടിക്കാൻ പോകുന്ന സമയത്ത്. പക്ഷേ ഈ അതിജീവനത്തിൻ്റെ പാഠം അത് ലേലം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്, അല്ലേ? ശരിക്കും ഒരു നിശബ്ദമായിട്ടുള്ള ഒരു അതിജീവനം, ഒരു സൈലന്റ് റെസിലിയൻസ് എന്ന് പറയാം, തോറ്റുപോയ ആളുകൾക്ക് വേണ്ടിയിട്ട്, ഇല്ലേ? ആ തോൽവികൾ നമ്മളെ തളർത്താനുള്ളതല്ല എന്നുള്ള ഒരു അറിവ്, അത് മനസ്സിനെ കൂടുതൽ ശക്തമാക്കാനായിട്ടാണ് നമുക്ക് തോൽവികൾ ഉണ്ടായി വരാമെന്ന്. നഷ്ടങ്ങൾ എന്ന് പറയുന്നതുണ്ടല്ലോ, അതെപ്പോഴും പരാജയങ്ങളല്ല. ജീവിതത്തിൽ ചില വാതിലുകൾ നമുക്ക് അടയും, ഉറപ്പായിട്ടും ചില വാതിലുകൾ അടയ്ക്കേണ്ടതുമാണ്. അങ്ങനെ അടയുമ്പോൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, അതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട ഒരു വാതിൽ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ആയിരിക്കാം ഈ വാതിൽ നമുക്ക് അടഞ്ഞു പോവാം. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ചിലതൊന്നും നമ്മുടെ കയ്യിലുണ്ടാവില്ല, അത് നമ്മുടെ കയ്യിൽ നിന്ന് മാറിപ്പോവുക തന്നെ ചെയ്യും. അപ്പോൾ അത് നമുക്ക് അർഹതപ്പെട്ടതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരിയായ സമയത്ത് നമുക്ക് അനുയോജ്യമായത് നമ്മളിലേക്ക് എത്തിച്ചേരും. ആ ഒരു പോസിറ്റീവ് ചിന്തയില്ലേ, ശുഭാപ്തി വിശ്വാസം, അത് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ലേലം പഠിപ്പിച്ച കുറേ കാര്യങ്ങൾ ഇന്ന് നമ്മൾ കണ്ടു ഇവിടെ. 35 മിനിറ്റ് ആയിരുന്നു മനോജ് സാർ പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു റീക്യാപ്പിലേക്ക് അങ്ങ് പോയാലോ. റീക്യാപ്പ് ഞാൻ ശരിക്കും ഒരു ക്വിസ് പോലെയാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പഠിച്ച കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം. ഈ ക്വിസ് ശരിക്കും ഒരു നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നഷ്ടപ്പെടുത്തുന്ന ആളുകൾക്കൊരു നഷ്ടം തന്നെയായിരിക്കും എന്ന് ഞാൻ പറയും കേട്ടോ. ഓൺലൈനായിരിക്കും ക്വിസ്. അപ്പോൾ എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം, 71ഓളം പേരുണ്ട് എങ്കിലും. ഓക്കെ, ചാറ്റിൽ ഞാനൊരു ലിങ്ക് അയക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതിൽ നിങ്ങളുടെ പേര് എഴുതാനായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാവും. അതിൽ പേര് എഴുതാം. പേര് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ തന്നെ ക്വിസ് വരും. ആ ക്വിസിനുള്ള ആൻസർ നമുക്ക് ചെയ്യാം. ഓക്കെ, എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? ഒരു സെക്കൻഡ്.
ചാറ്റിൽ ഞാൻ ലിങ്ക് പേസ്റ്റ് ചെയ്യാൻ കേട്ടോ. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പേര് കൊടുക്കാം. ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. എല്ലാവരും ജോയിൻ ചെയ്ത് തുടങ്ങി. അതെ, 19 പേരായിട്ട്. അതെ, 37, 38 സന്തോഷമാണ് ഓരോരുത്തർ ജോയിൻ ചെയ്യുമ്പോൾ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. അതിൽ ഓപ്ഷൻസ് ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് വരും. ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് വന്നു കഴിയുമ്പോൾ ആ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങളത് നോക്കിയിട്ട് അതിനുള്ള തുടങ്ങാം. 40 പേരോളം ആയി. ഇനി ഞാൻ തുടങ്ങട്ടെ. ബാക്കിയുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ, ഇടയ്ക്കുന്നാണെങ്കിലും. ഒരു ക്വസ്റ്റ്യന് 20 സെക്കൻഡ് ആണ് സമയമേ. അപ്പോൾ ഇതിൽ പ്രൈസ് അടിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ആൻസർ ചെയ്യണം, കറക്റ്റായിട്ട് ആൻസർ ചെയ്യണം. അങ്ങനെ നോക്കിയിട്ടായിരിക്കാം പോയിന്റ്സ്. അപ്പൊ കറക്റ്റ് വന്നാലും നമ്മളെക്കാൾ മുമ്പ് ആരെങ്കിലും അത് കറക്റ്റ് ആൻസറിന്റെ ഫാസ്റ്റസ്റ്റ് ഫിംഗർ ഫസ്റ്റ് എന്ന് പറയില്ലേ, അതാണ് സംഭവം. അപ്പോൾ തുടങ്ങാം, സമയം കളയാതെ. ഓക്കെ, മറ്റുള്ളവരെ ജോയിൻ ചെയ്യേണ്ടവർ വീണ്ടും ജോയിൻ ചെയ്തോളൂ കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ തുടങ്ങാം.
കോള് പേര് കഴിഞ്ഞ് നമുക്ക് ഉണ്ടാവും തോന്നുന്നു അല്ലേ? എൻഡ് ചെയ്തോട്ടെ എല്ലാവരും. അപ്പൊ എല്ലാവരുടെയും സമ്മതത്തോടെ എൻഡ് ചെയ്യാണ് കേട്ടോ. വെരി ഗുഡ്. അപ്പോ എല്ലാവരും തന്നെ റീക്യാപ്പ് ഈ ക്വിസിലൂടെ നടത്തിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഉദയൻ സാർ, കൺഗ്രാറ്റുലേഷൻസ്. സെക്കൻഡ് അമൽ, തേർഡ് ബീന മാം. വെരി ഗുഡ്. അപ്പോ താങ്ക് യു സോ മച്ച്. ക്വിസ് എങ്ങനെയാ, എൻജോയ് ചെയ്തോ? എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഫീഡ്ബാക്ക് എടുക്കാം. കേട്ടില്ല മാം? നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇപ്പോ കൺക്ലൂഷനിലേക്ക് പോവാം. ടോപ്പ് സ്കോർ എത്രയായിരുന്നു മാം? വിന്നറിന്റെ സ്കോർ എത്രയായിരുന്നു? ടോപ്പ് സ്കോർ ഉദയൻ സാറിന് എത്ര പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു? ഉദയൻ സാറിനോട് നമുക്ക് ചോദിക്കാം. അതല്ലോ ശരിക്കും ഇതില് അക്യൂരസി അറ്റ് ദ സെയിം ടൈം ഉണ്ട്. ടൈം എല്ലാവരും 10 കറക്റ്റ് ചെയ്ത് എത്രയോ കുറച്ച് പേരുണ്ടായിരുന്നു എല്ലാ 10 കറക്റ്റ് ആയിട്ട് വന്നത്. അതിൽ പക്ഷെ ടൈം ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നവർക്കാണ് ഏറ്റവും ആദ്യം വരാം. അപ്പൊ ഉദയൻ സാർ, അമൽ, ബീന മാം 3 പേരുടെ പേരായിരുന്നു ആദ്യമായിട്ട്, അവരായിരുന്നു ഫാസ്റ്റ് ആയിട്ട് വന്നത്. ഓക്കെ, താങ്ക് യു മാം. നമ്മളെ പോയിന്റ് അറിയാൻ പറ്റുമോ? അതിന്റെ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഓക്കെ, ഞാൻ എനിക്ക് 11-ാമത്തെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു സെക്കൻഡ് മാം, ഞാൻ ഷെയർ ചെയ്യാം, സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. 8540, 11-ാമത്തെ ആള് 52 സെക്കൻഡ്. ആണോ? ഒരു സെക്കൻഡ്, അതാ ഉണ്ട്, സ്ക്രീൻ ഷെയർ ചെയ്തു. അതില് ഉദയൻ സാറ് 100% കറക്റ്റ് ആണ്. പറ്റുന്നില്ല. എന്റെ പേര് ഹേമരജനി പ്രകാശ്, അത് ഒന്ന് പറയാമോ? ഹേമ 6220, 8 ഔട്ട് ഓഫ് 10, 8 ഔട്ട് ഓഫ് 10 ഉണ്ട് മാമിന്റെ. 2 ക്വസ്റ്റ്യൻ മാമിന് റോങ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഉണ്ട്, എല്ലാവരുടെയും ഉണ്ട് സ്കോർ. ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും വരും. എനിവേ എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, കണ്ടോ? എല്ലാവരുടെയും തന്നെ പോയിന്റ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 10 on 10 മിക്കവരും എല്ലാവരും 9 on 10 ആ ഒരു തന്നെയാണ്, കണ്ടോ? നജ്ല മാമിന്റെ നോക്കിക്കേ 10 on 10 ഉണ്ട്. പക്ഷേ മനോജ് സാറിന് 9 കിട്ടിയെന്നെങ്കിലും നജ്ല മാമിനേക്കാൾ കൂടുതലാണ് മാർക്ക് വന്നേക്കുന്നത്. കാരണം ഫാസ്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മളുടെ നെറ്റിന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടിരിക്കും കേട്ടോ. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാല്. അപ്പൊ ഒരുപാട് സന്തോഷം, വളരെ നല്ലത്. ഒരുപാട് സന്തോഷം, ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തതില്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ ഇതും ഒരു ലേലം വിളിയായി പോയോ? ആരെങ്കിലും സന്തോഷത്തോടെ ഉള്ളൊരു കാര്യമായിരുന്നു അല്ലേ? അതെ, ലേലവിളി തന്നെയാണ്. ഉദയൻ സാർ ഹാപ്പി ആട്ടെ. ഹാപ്പിയായി സാർ, ഹാപ്പിയായി. മാത്യു സാർ ഹാപ്പിയായി. പിന്നെ അല്ല, നമ്മള് പിടിക്കാത്തത് കൊണ്ടാണ്. ഉദയൻ സാർ ഹാപ്പി ആയാലേ നമുക്കൊരു സന്തോഷമുള്ളൂ. താങ്ക് യു സാർ, താങ്ക് യു. പക്ഷേ ഇതിപ്പോ തോൽവി ജയമൊന്നും അല്ലല്ലോ. നമ്മൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നമ്മൾ ആ മൊമെന്റ് എൻജോയ് ചെയ്തു, അതല്ല ഇമ്പോർട്ടന്റ്. അതന്നെ, പുള്ളിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനും കൂടെ വേണമല്ലോ. അതെ, അത് ശരിയാണ്. ഉദയൻ സാറിനെ അപ്രീഷിയേറ്റ് ചെയ്തു. ഒരു ലേലം എന്ന് പറയുമ്പോൾ ഞാനത് വേറൊരു ആംഗിളിലായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഇത് വേറിട്ടൊരു ആംഗിളിൽ വന്നപ്പോൾ എനിക്ക് നല്ലപോലെ മനസ്സിലായി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് കൺക്ലൂഷനിലേക്ക് പോവാം. ജീവിതത്തിൽ ലേലം പഠിപ്പിച്ച കുറച്ച് പാഠങ്ങൾ അല്ലേ, അത് നമ്മളിന്ന് കണ്ടു. അപ്പോൾ പ്രശസ്ത ഫ്രഞ്ച് തത്വചിന്തകനായിട്ടുള്ള ജീൻ പോൾ സാർട്രന്റെ ലൈഫ് ഇസ് എ സീ ബിറ്റ്വീൻ ബി ആൻഡ് ഡി എന്നൊരു കാര്യം നമുക്ക് ഓർക്കാം. അതായത് ലൈഫ് ഇസ് എ ചോയ്സ് ബിറ്റ്വീൻ ബർത്ത് ആൻഡ് ഡെത്ത്. ലൈഫ് ഇസ് എ സീ ബിറ്റ്വീൻ ബി ആൻഡ് ഡി. അപ്പോൾ ഓർത്തിരിക്കുക,
തെറ്റായ ആളുകളുടെ മുന്നിൽ നമ്മളുടെ ജീവിതം ഒരിക്കലും ലേലത്തിന് വെക്കരുത്. കാരണം അവരതിന് വളരെ വില കുറച്ചേ കാണും. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളുടെ കഴിവിനെ മാനിക്കുന്ന, നമ്മളുടെ മൂല്യം അറിയുന്ന ആളുകളുടെ കൂടെ എപ്പോഴും നമുക്ക് നമ്മളുടെ ടൈം സ്പെൻഡ് ചെയ്യാം, അല്ലേ? എത്രയും നേരം എന്നെ കേട്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഓവർ ടു ശ്രീജിത്ത് സർ. താങ്ക് യു മഞ്ജു മാം, താങ്ക് യു സോ മച്ച്. ലേലം എന്നുള്ളത് ആ ഒരു വാക്കിൽ തുടങ്ങി അത് എത്ര ഹൃദയതലത്തിലൂടെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി കൊണ്ടുപോയി അവസാനം മനോഹരമായിട്ടുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷൻ ലേലം വിളിയിലൂടെ അവസാനിപ്പിച്ചു. എക്സലന്റ് മഞ്ജു മാം. ഏതായാലും ട്രെയിനിങ് സെഷനിൽ എപ്പോഴും ട്രെയിനിങ്ങിൽ അപ്ഡേഷൻ വരുമ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഏതായാലും ഈ കോഫി ടോക്കിന്റെ ചരിത്രത്തിൽ 892 ദിവസം എന്നുള്ളത് മേഡത്തിന് അവകാശപ്പെട്ടതാണ്. മേഡത്തിന്റെ മാത്രമാണ് ആ ദിവസം. എക്സലന്റ് സെഷൻ. നമുക്കിനി ഓപ്പൺ ഫ്ലോറിലേക്ക് പോവാം. ഓപ്പൺ ഫ്ലോർ ആൻഡ് ഫീഡ്ബാക്ക് പ്ലീസ്. ഹലോ, എൻ്റെ പേര് ബെറ്റ്സി വർഗീസ്. ഞാൻ മഞ്ജുമാമിനോടൊപ്പം എനിക്ക് പ്രവർത്തിക്കാൻ അവസരങ്ങൾ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. മഞ്ജുമാമിൻ്റെ എല്ലാ സെഷൻസും വളരെ ഉപകാരപ്രദമാണ്. മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ തക്ക രീതിയിൽ മാം അത് കൃത്യമായിട്ട് അത് പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ക്ലാസ് ആയിരുന്നു ഇന്ന് നടന്നതും. ഈ പറയുന്നതല്ല, ലേലം വിളി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കുറേ ആൾക്കാർ വന്ന് മത്സരിച്ച് അതിനെ ചെയ്ത് അതിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കാതെ മത്സരിച്ച് പ്രവർത്തിക്കുന്ന ലേലം വിളികളൊക്കെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. പക്ഷെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിന്ന് യഥാർത്ഥ മൂല്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് എപ്രകാരമായിരിക്കണം അതിന്റെ വാല്യൂ കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ക്ലാസ് ആയിരുന്നു മാമിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ആൻഡ് കൺഗ്രാജുലേഷൻസ് മാം ആൻഡ് ഓൾ ടീംസ്. താങ്ക് യു. താങ്ക് യു ബെറ്റി മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബെറ്റി. യെസ്. ഇനി ആരാ? ഹു ഈസ് നെക്സ്റ്റ്? ഗുഡ് മോർണിംഗ് മാം. മനോജാണ്. ഞാൻ 2-3 ലേലങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. വണ്ടികളുടെ ജീപ്പിന്റെ ലേലത്തിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 3-ാമത്തെ ലേലത്തിൽ പങ്കെടുത്തപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. കാരണം അവിടെ ഒരു ടീമായി വന്നിട്ട് ഗവൺമെന്റിനെതിരായിട്ടാണ്, ഗവൺമെന്റിന്റെ വസ്തുവാണ് ലേലം വിളിക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞു നിങ്ങൾ ഇതിലൊന്നും പങ്കെടുക്കണ്ട, ഇത്ര എമൗണ്ടിന് വിളിച്ചാൽ മതി. അതിനുശേഷം തേക്കിൻകാട് മൈതാനിയിൽ നമ്മൾ പോയിട്ടൊരു ലേലം വിളിയുണ്ട്, അതിൽ ആർക്കാണ് കിട്ടുന്നത് കിട്ടുന്നവർക്ക് വണ്ടി സ്വന്തമാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പ്രശ്നമൊക്കെ ഉണ്ടാക്കി, ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കായിട്ട് പോകുന്നു. അപ്പൊ ലേലം വിളിയുടെ ഒരു മറുപുറം ഇങ്ങനെ ഗവൺമെന്റിന്റെ വസ്തു ലേലം വിളിക്കുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വന്നിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ലേലം വിളിച്ചെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. എന്തായാലും ലേലത്തിന്റെ ആ ഒരു പിന്നിലുള്ള കുറെ കാര്യങ്ങൾ ഈ സമയത്തിന് നമുക്ക് പറഞ്ഞു തന്നു. ഓരോ വസ്തുവിന്റെ വില, അതിന് കൃത്യസമയത്തിനുള്ളിൽ തന്നെ ലേലം വിളിച്ചെടുക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാം, അതും വിദേശത്തിരുന്ന് നമ്മളൊക്കെ കുറെ ട്രെയിനേഴ്സിനൂടെ കണ്ടിട്ടുണ്ട്. ഒക്കെ എല്ലാവരും നാട്ടിൽ നിന്നാണെങ്കിൽ വിദേശത്തു നിന്ന് അപൂർവം 2-3 ട്രെയിനേഴ്സ് വന്നിട്ടുണ്ട്. അതിലൊന്ന് മഞ്ജുമേമാണ്. മഞ്ജുമേന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഞങ്ങളുടെ ഈ ഫ്ലോറിൽ വീണ്ടും വരണം എന്ന് മാത്രം അപേക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. തീർച്ചയായിട്ടും. മഞ്ജു മാം, വെരി ഇൻഫർമേറ്റീവ് സെഷൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത്. വെരി നൈസ്. പിന്നെ ഈ ലേലം എന്ന ടോപ്പിക്ക് നമ്മുടെ ലൈഫുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ശരിക്കും പറഞ്ഞു മനസ്സിലാക്കി തന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മഞ്ജു മാം. എക്സലന്റ് സെഷൻ. വളരെ എനർജറ്റിക് ആയിരുന്നു, വളരെ വാല്യുബിൾ ആയിരുന്നു. നമ്മളുടെ വാല്യൂ തീർച്ചയായിട്ടും തിരിച്ചറിയണമെന്നുള്ള ഒരു അത് നമ്മൾ തന്നെ തിരിച്ചറിയുന്നത് ഒരു ലേലം എന്നുള്ള ടോപ്പിക്കിൽ കൂടി കൊണ്ടുവന്ന് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. വെരി റിലേറ്റബിൾ, ലൈഫുമായിട്ട് അത് കണക്ട് ആയി കഴിഞ്ഞപ്പം നല്ല റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. സോ റിയലി എൻജോയബിൾ, അറ്റ് ദ സെയിം ടൈം ഇൻഫോർമേറ്റീവ് ആൻഡ് വെരി എനർജറ്റിക്. എക്സലന്റ് പ്രസന്റേഷൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് മഞ്ജു മാം. ഗുഡ് മോർണിംഗ് ഓൾ.
എൻ്റെ പേര് മാത്യു ജോസഫ്. ഞാൻ സെൽഫ് ഇംപ്രൂവ്മെന്റ് ഹബിലാണ് ഞാനും മഞ്ജുമാവും ഒക്കെ ഉള്ള ഒരു ഇതിലാണ് ഞങ്ങൾ തമ്മിൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ളത്. മഞ്ജുമാവിന്റെ പ്രസന്റേഷനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഷീസ് ആൻ എക്സലന്റ് പ്രസന്റർ ആൻഡ് ഷീസ് ആൻ എക്സലന്റ് മോട്ടിവേറ്റർ. എന്നെ സംബന്ധിച്ചിടത്തോളം മഞ്ജുമാന്റെ ആ ഒരു ഒരു ടോപ്പിക് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കൊടുക്കുന്ന ഒരു ഹാർട്ട് ഇമ്പാക്റ്റ് ഉണ്ട്, ഒരു ഹൃദ്യതയുണ്ട്. അതിനെ ഞാൻ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടും സോബറായിട്ടാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ. എനിക്ക് ഇതിൻ്റെ അകത്ത് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലേലത്തിൽ അതായത് നമ്മുടെ ഈ പുരണ്ട ചില സാഹചര്യങ്ങളിലെ തടുത്തു മാറ്റാനും നമ്മുടെ വാല്യൂ കണ്ടെത്താൻ ഒരു പക്ഷേ മറ്റുള്ള ആൾക്കാരാണ് നമ്മുടെ വാല്യൂ കണ്ടെത്തുന്നത്. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ ഒരാളാണ് മഞ്ജുമ്മ, അതിലൊരാളാണ് ആൻഡ്രസ് സാർ. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് വണ്ടർഫുൾ. വെൽ ഡൺ. താങ്ക് യു സർ.